നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദിനത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഓർക്കെ പറഞ്ഞേ ആമേൻ. സന്തോഷത്തോടെ പറഞ്ഞേ ആമേൻ. പരസ്പരം ഒരു സ്തുതി കൊടുത്തേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് സങ്കീർത്തനത്തിൽ 127, 1, 2 തിരുവചനങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് എനിക്ക് തോന്നുന്നത്. എന്താണത്? കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് എന്ന് പറയാവോ? കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. ഒന്നോടെ പറഞ്ഞേ. കർത്താവ് വീട് പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. അപ്പം നമ്മുടെ വീട് ആര് പണിയണം? കർത്താവ് പണിയണം. ഇപ്പം വീട് പണിത് കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈപ്പൊക്കിക്ക്. ഇനി വീട് പണിയൊന്നുമില്ല, വീടൊക്കെ പണിത് കഴിഞ്ഞു. കൈതാത്തിട്ടു. ഇനി വീട് പണിയേണ്ടവരൊന്ന് കൈപ്പൊക്കിക്ക്. വീട് പണിതിട്ടില്ല, വീടില്ല. ഇത് ഒത്തിരി പേർ ആ കൂട്ടത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ എന്ന വചനത്തെ നിങ്ങൾ മനസ്സിലാക്കിയത് ഈ മണ്ണും കല്ലും മണ്ണാങ്കട്ടയും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീടിനെ കുറിച്ചാണ് അല്ലേ? ആണോ? മണ്ണും കണ്ടാങ്കട്ടയും തടിയൊക്കെ വെച്ചുള്ള വീട് നമ്മളെല്ലാവരും പണിതു. അതല്ല. പിന്നെ എന്താണ്? കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വീട് പണിയണം. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വീടെന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്വർഗീയ ഭവനം, സന്തോഷമുള്ള, സ്നേഹമുള്ള, സമാധാനമുള്ള, പരസ്പര ഐക്യമുള്ള, വിശുദ്ധിയുള്ള, നന്മയുള്ള ഒരു വീട് പണിയാണ്. നമ്മൾ പണിയുന്ന വീട് ഈ കല്ലും മണ്ണും സിമെൻറ്റും ഒക്കെ വെച്ചിട്ടുള്ള വീടാണ്. ഈ വചനം വായിക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അങ്ങനെയുള്ളൊരു വീടിനെ കുറിച്ചുള്ള സങ്കല്പമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് പേര് പണിതെന്നും കുറച്ച് പേര് പണിതില്ലെന്നും ഒക്കെ പറഞ്ഞ് കൈപൊക്കിയത്. ഇനി വീട് പണിയേണ്ടവരെന്ന് കൈപൊക്കിക്കേ. എന്നാലും അങ്ങ് കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. കുറേ പേരൊക്കെ സംശയിക്കുക. വീട് പണിയണ്ടേ? നമുക്ക് വേണം. നമ്മുടെ വീട് എപ്പോഴും പണിതുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട് പെയിൻ്റൊക്കെ അടിച്ച് ഭംഗിയാക്കി കഴിഞ്ഞാൽ കൂടി വന്നാൽ ഒരു 4 വർഷം ആകുമ്പോഴത്തേന് അതെന്ത് ചെയ്യണം? വീണ്ടും പെയിൻ്റ് അടിക്കണം. ഇതുപോലെ വീട് ഇന്നലെ അടിച്ചു വാരിയതാണെങ്കിലും ഇന്ന് അത് മനോഹരമായിട്ട് കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്നും അത് അടിച്ചു വാരണം. അപ്പോൾ വീട് പണി എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? തീരുന്നില്ല. അതെപ്പോഴും പണിതുകൊണ്ടിരിക്കണം. എപ്പോഴും അവിടെ പണിയുണ്ട്. അതുകൊണ്ട് അമ്മച്ചിമാരുടെ ഒരു ഡയലോഗുണ്ട്, വീട്ടിലെ പണി തീർന്നിട്ട് ഒരു കാര്യമില്ല. സത്യം അത്. വീട്ടിലെ പണി ഒരിക്കലും തീരുകയില്ല. മരിക്കുന്നോടം വരെ എന്തുണ്ട്? വീട്ടിൽ പണിയുണ്ട്. അങ്ങനെ പണിയുമ്പോഴേ ആ വീട് പണിത് പൂർത്തീകരിക്കാൻ പറ്റൂ. എപ്പോഴും വീടായ പണിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും അടിച്ചുവാരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഈ വചനം ഒന്നും കൂടെ പറഞ്ഞേ. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. ആരായി പണിക്കാര്? വീട്ടിലെ പണിക്കാരാരാ? നമ്മളാ അല്ലേ? പണിക്കാരെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും വേറെ ആരെങ്കിലും പുറത്തുനിന്ന് പണിക്ക് വെക്കുന്ന കാര്യമായിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു പണിക്കാർ ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെയാണ് വചനം മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല. വീട്ടിലെ പണിക്കാർ നമ്മൾ തന്നെയാണ് അല്ലേ? അതെ. വചനം പറഞ്ഞ കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. ആമേൻ, ഹല്ലേലൂയ. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുവാണെങ്കിൽ അധ്വാനം വ്യർത്ഥമായി പോകുന്നതാണ് നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ കാരണം അല്ലേ? ആണോ? അതെ. അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ അതിന് ഫലം കിട്ടുന്നില്ല. അത് വ്യർത്ഥമാണ്. പലരും പറയാറുണ്ട്, ആ ബിസിനസ് തുടങ്ങി നോക്കി, ഈ ബിസിനസ് തുടങ്ങി നോക്കി, ആ പണി ചെയ്ത് നോക്കി, ഈ പണി ചെയ്ത് നോക്കി, എന്ത് ചെയ്താലും അതിലൊന്നും വിജയിക്കുന്നില്ല. വ്യർത്ഥമാണ്. എല്ലാം വ്യർത്ഥമായി പോവുകയാണ്.
അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തന്നെ സങ്കീർത്തകൻ പറയുന്നുണ്ട്. പണിക്കാര് പണിതാൽ അത് പൂർത്തിയാകിയല്ല. പിന്നെ ആര് പണിയണം? കർത്താവ് പണിയണം. നമ്മുടെ അധ്വാനത്തെ അത് വ്യർത്ഥമായി പോകാതിരിക്കാൻ ആരാശീർവദിക്കണം? ദൈവം ആശീർവദിക്കണം. ഹല്ലേലൂയ. ആ 2 മീനും 5 അപ്പവും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ടപ്പോൾ അതെന്തായി തീർന്നു? അത് ആശീർവദിക്കപ്പെട്ടതായി തീർന്നു, അല്ലേ? അനുഗ്രഹിക്കപ്പെട്ടതായി തീർന്നു. ഇതുപോലെ സമർപ്പിക്കുന്നതിനെ മാത്രമാണ് ദൈവം സ്വീകരിച്ച് ആശീർവദിച്ച് അനുഗ്രഹമാക്കി മാറ്റുന്നത്. നമ്മുടെ അധ്വാനം വ്യർത്ഥാവിലായി പോകുന്നുണ്ടെങ്കിൽ, അതിന് ഫലം ലഭിക്കുന്നില്ലെങ്കിൽ, അതിൻ്റെ ഒരു കാരണം എന്താണ്? ഇത് സമർപ്പിക്കാൻ മറന്നു പോകുന്നു. ദൈവത്തിൻ്റെ ആശീർവാദത്തിന് വേണ്ടി എടുത്തു കൊടുക്കാൻ മറന്നു പോകുന്നു. എടുത്തു വയ്ക്കാൻ മറന്നു പോകും. പലപ്പോഴും രാവിലെയും വൈകിട്ടും രാത്രിയും എല്ലാം നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ വ്യർത്ഥമായി പോകുന്നു. അധ്വാനം വ്യർത്ഥമായി പോകുന്നു. എന്താ കാരണം? കൊടുക്കേണ്ടവൻ്റെ കയ്യിലേക്ക് നമ്മുടെ അധ്വാനത്തെ നമുക്ക് സമർപ്പിക്കാനായിട്ട് പറ്റാതെ പോകും. വചനം നോക്കാം. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. പറഞ്ഞേ. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അപ്പൊ കർത്താവാണ് എൻ്റെ വീടിനെ, എൻ്റെ ഭവനത്തെ, എൻ്റെ നാടിനെ, എൻ്റെ ദേശത്തെയൊക്കെ എന്ത് ചെയ്യുന്നത്? കാക്കുന്നത്, സംരക്ഷിക്കുന്നത്. നമ്മൾ ഉറക്കൊളച്ച് കാത്തിരുന്നാലും, നമ്മൾ എത്രമാത്രം ജാഗ്രതയോടെ ഇരുന്നാലും കർത്താവിൻ്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകുന്നില്ലെങ്കിൽ അത് വ്യർത്ഥമാണെന്നാണ് പറയുന്നത്. കർത്താവ് നഗരം എന്നുള്ളിടത്ത് നമ്മുടെ വീട്, നമ്മുടെ ഭവനം, നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്, നമ്മുടെ പഠനം, നമ്മുടെ അധ്വാനം, അത് കർത്താവ് കാക്കുന്നില്ലെങ്കിൽ പണിക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. ഉണ്ടോ? വ്യർത്ഥമാണ്. പലതും നമ്മൾ ചെയ്യുന്നത് വ്യർത്ഥമാണ്. കാരണം എൻ്റെ ബിസിനസ്സിനെ കാക്കാൻ, എൻ്റെ പഠനത്തെ കാക്കാൻ, എൻ്റെ ഉപജീവന മാർഗത്തെ കാക്കാൻ, എൻ്റെ വളർത്തുമൃഗങ്ങളെ കാക്കാൻ ആരെ ഏൽപ്പിക്കണം? കർത്താവിനെ ഏൽപ്പിക്കണം. അപ്പോൾ വളർത്തുമൃഗങ്ങൾ ചത്തുപോകുകയില്ല, ബിസിനസ് പരാജയപ്പെട്ടു പോകുകയില്ല, കുടുംബത്തിൽ നിന്ന് മക്കൾ ഇറങ്ങിപ്പോകുകയില്ല, കുടുംബത്തിൽ നിന്ന് ജീവിത പങ്കാളി ഇറങ്ങിപ്പോകുകയില്ല, കുടുംബത്തിലേക്ക് അനാവശ്യമായിട്ട് ആരും കയറി വരികയില്ല, കുടുംബത്തിൽ മ്ലേച്ഛതകളൊന്നും സംഭവിക്കുകയില്ല. കാരണം കാവൽക്കാരൻ ആരാണ്? കർത്താവാണ്. പറഞ്ഞേ, കർത്താവാണ് എൻ്റെ കുടുംബത്തിൻ്റെ കാവൽക്കാരൻ. വചനം പറയുകയാണ്, അതിരാവിലെ എഴുന്നേൽക്കുന്നതും, പറയാവോ? അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനം നേടുന്നതും വ്യർത്ഥമാണ്. ഉണ്ടോ? ആ ഒരു സെന്റൻസിൽ തന്നെ 3 പ്രാവശ്യം ഇപ്പം നമ്മൾ വ്യർത്ഥമാണെന്നുള്ള വാക്ക് കണ്ടു. ശരിയല്ലേ? ഉണ്ടോ? ആ വചനം നോക്കിക്കേ. അതിരാവിലെ എഴുന്നേൽക്കുന്നതും, നമ്മൾ എഴുന്നേൽക്കുന്ന എപ്പോഴാണ്? 3 മണിക്ക് എഴുന്നേൽക്കുന്നവരുണ്ട്, 2 മണിക്ക് എഴുന്നേൽക്കുന്നവരുണ്ട്. ഞാനൊരിക്കലും ഒരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടനെ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? 2 മണിക്ക് എഴുന്നേൽക്കും, 2:30 റബ്ബർ വെട്ടാൻ പോകും. കണ്ടോ? വചനം എത്ര കൃത്യം നോക്കിയോ? അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനം നേടുന്നതും വ്യർത്ഥമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർക്ക് ഉറങ്ങാൻ സമയമേ ഇല്ല, വിശ്രമിക്കാൻ സമയമില്ല. അവർക്ക് നീണ്ട രാവിലും എന്തെങ്കിലുമൊക്കെ ജോലിയിലായി. ഇപ്പം വർക്ക് അറ്റ് ഹോം ഒക്കെ ആയതുകൊണ്ട് രാത്രി വേണമെങ്കിൽ നമുക്ക് പകല് പോലെ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാം. പിന്നെ പകലോ വേറെ എന്തെങ്കിലുമൊക്കെ ജോലിയിൽ ഏർപ്പെടാം. എന്നിട്ടും എന്തിയെ നമുക്ക് അവശേഷിക്കുന്നത് കടം, ദാരിദ്ര്യം, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ. അപ്പോൾ ഈ വചനം, ഞാൻ അധ്വാനിക്കുന്നത്, ഞാൻ ഉണരുന്നത്, എഴുന്നേൽക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണെങ്കിൽ, വചനം പറയുന്നു, കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നത് വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ, ആ വാക്കൊന്ന് പറഞ്ഞേ,
തൻ്റെ പ്രിയപ്പെട്ടവർ. ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് എന്നെ ടച്ച് ചെയ്ത് എന്നെ തൊട്ടതാണ്. 3 പ്രാവശ്യം എഴുതിയിരിക്കുകയാണ് വ്യർത്ഥമാണ്, വ്യർത്ഥമാണ്, വ്യർത്ഥമാണ്. എന്നാൽ അതിന് താഴേക്ക് വരുമ്പോൾ വളരെ ഹൃദയത്തെ തൊടുന്ന ഒരു വാക്ക് കിട്ടി. ആ വാക്ക് എന്താണ്? തൻ്റെ പ്രിയപ്പെട്ടവർ. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ വളരെയധികം കരുതുന്ന ഒരു ദൈവം, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അല്ലേ? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവര് ഇത്രമാത്രം അധ്വാനിക്കുന്നൊന്നുമില്ല, രാത്രി അധ്വാനിക്കുന്നില്ല. അതിനൊക്കെ ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിൽ, ആ താളത്തിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകും. അവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതാ വചനം പറഞ്ഞിരിക്കുന്നത്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. സങ്കീർത്തനം 127, 1, 2. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആരാ? നമുക്ക് വലിയ ഗവൺമെൻറ് ജോലിയോ വലിയ സാലറികളോ വലിയ ജോലികളോ അല്ലെ നമ്മുടെ മക്കൾ പുറത്തൊക്കെ പോയിട്ട് പണം ഇങ്ങോട്ട് ഇട്ട് തരുന്ന അനുഭവങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നമ്മളുടെ ജീവിതം ഓരോ ദിവസവും പട്ടിണിയില്ലാതെ ദാരിദ്ര്യമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ആരാ? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാ. ഒരു കുറവും ഒരിടത്തും വരാതെ എല്ലാം വേണ്ടതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിച്ചുകൊണ്ടിരിക്കുവാണ്, തന്നുകൊണ്ടിരിക്കുവാണ്. ഇതൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ഉറങ്ങുന്നു, ഉണരുന്നു, കുറച്ചൊക്കെ പറ്റുന്ന പോലെ അധ്വാനിക്കുന്നു, കുറച്ച് പറ്റുന്ന പോലെ പ്രാർത്ഥിക്കുന്നു. പക്ഷേ നമ്മുടെ അധ്വാനത്തിനനുസരിച്ചല്ല, നമ്മുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ചല്ല, അതിനെല്ലാം 7 മടങ്ങ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ലേ? ഉണ്ടോ? ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, ഞാൻ ഇത്രയൊന്നും ആഗ്രഹിച്ചില്ല, ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ ചിന്തിച്ചേയില്ല. പക്ഷേ എനിക്ക് കിട്ടുന്നത് അത്രമാത്രം വലിയ അനുഗ്രഹമാണ്. ശരിയല്ലേ? ഇങ്ങനെ തോന്നിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കിക്കേ. ഈ വചനം നെഞ്ചോട് ചേർത്ത് വെച്ചോ. തൻ്റെ പ്രിയപ്പെട്ടവർ. നീ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായതുകൊണ്ട്, നീ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായതുകൊണ്ട് നീ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങിക്കൂ, നീ ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്തു. പക്ഷേ നിനക്ക് വേണ്ടതെല്ലാം കരുതി വെക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതാണ് കർത്താവ് അവർക്ക് വേണ്ടത് നൽകും. നെഞ്ചെ കൈവച്ചിട്ട് ധൈര്യമുള്ളവരെന്ന് പറഞ്ഞേ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടത് തരും. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടത് തരും. എൻ്റെ കർത്താവ് എൻ്റെ മക്കൾക്ക് വേണ്ടത് കൊടുക്കും. എൻ്റെ കർത്താവ് എൻ്റെ മക്കൾക്ക് വേണ്ടത് കൊടുക്കും. ഞാൻ ഭയപ്പെടേണ്ടതില്ല, ഞാൻ ഭയപ്പെടേണ്ടതില്ല, ഞാൻ ഭയപ്പെടേണ്ടതില്ല. ഞാൻ ഭയപ്പെടേണ്ടതില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. തിരുവചനം ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 11:3. ഏതാ വചനം? ഹോസിയ 11:3. അതിപ്രകാരമായി എബ്രാഹിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. എബ്രാഹിം എന്ന് പറയുന്ന ആരാ? നമ്മൾ ഓരോരുത്തരുവാ. നമ്മുടെ പേര് ആ സമയത്ത് ഒന്ന് ഓർത്താൽ മതി. എബ്രാഹിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്, ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു. ആമേൻ, ഹല്ലേലൂയ. നടക്കാൻ പഠിപ്പിച്ചു, ജീവിക്കാൻ പഠിപ്പിച്ചു. പക്ഷേ ആ കുഞ്ഞല്ല നടക്കുന്നത്. ദൈവം നടക്കാൻ പഠിപ്പിച്ചു, പക്ഷെ നടക്കുന്നത് ഞാനല്ല, ഞാൻ നടക്കുവല്ല. പിന്നെ എന്ത് ചെയ്യുവാണ്? എന്നെ കരങ്ങളിലെടുത്തിരിക്കുക. ആരാ കരങ്ങളിലെടുത്തിരിക്കുന്നത്? എൻ്റെ തമ്പുരാൻ. ഇതല്ലേ വചനം പറയുന്നേ? എബ്രാഹിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്, ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു. ഉണ്ടോ? എത്ര വ്യക്തിപരവും എത്ര ആഴമുള്ളതും എത്ര സന്തോഷകരവുമായ വചനമാണെന്നോർത്തേ. ദൈവം എന്നെ കരങ്ങളിലെടുത്തു. വീണ്ടും പറയുന്നു, എന്നാൽ, അവിടെ എന്നാൽ എന്നൊരു വാക്കുണ്ട്. എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല. അതാ തമ്പുരാൻ്റെ വേദന. ദൈവത്തിൻ്റെ വേദന അതാണ്. എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് വേണ്ട തന്നുകൊണ്ടിരിക്കുന്നത്, എന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ നടക്കാൻ പഠിപ്പിക്കുന്നത്, കരങ്ങളിൽ വഹിച്ചിരിക്കുന്നത്, കൊണ്ടു നടക്കുന്നത്, കരങ്ങളിലെടുത്ത് ഉയർത്തുന്നത്, ഇതെല്ലാം
എൻ്റെ ദൈവമാണ്. പക്ഷെ വചനം പറയുകയാണ്, വേദനയോടെ തമ്പുരാൻ പറയുകയാണ്, പക്ഷെ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവരറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ ആ ഇടപെടൽ പലപ്പോഴും പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ മറന്നു പോകുന്നുണ്ട്. ഇത് ദൈവമാണ് പ്രവർത്തിച്ചതെന്ന് പറയാൻ, ഇത് ദൈവമാണ് തന്നതെന്ന് പറയാൻ നമുക്ക് ചിലപ്പോൾ മടിയുണ്ട്. ഇതെൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്, ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ്. ചിലപ്പോൾ നമ്മൾ വീടിൻ്റെയൊക്കെ മുറ്റത്ത് നിൽക്കുമ്പോഴേ, മനോഹരമായ വീടൊക്കെ പണിതിട്ട് അതിൻ്റെയൊക്കെ മുറ്റത്തോടെ നടക്കുമ്പോഴേ, അതൊക്കെ കാണുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്ത എന്തായിരിക്കും? ഓ, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു, ഞാൻ എന്തുമാത്രം അധ്വാനിച്ചു, ഞാൻ എന്തുമാത്രം വിശ്രമമില്ലാതെ അധ്വാനിച്ചിട്ടാണ് എനിക്ക് ഇത്രയും നല്ലൊരു വീട് പണിയാൻ പറ്റിയത്. അപ്പോൾ ആരെയാ പുകഴ്ത്തുന്നത്? ആരെയാ പുകഴ്ത്തുന്നത്? ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുന്നു. ഹല്ലേലൂയ. വെള്ളിയാഴ്ച ഒരു മനോഹരമായൊരു ദിനമാണ്, ഒരു നല്ല ദിനം. എന്താണെന്ന് പറയാമോ? വിശുദ്ധ യേശുപിതാവിൻ്റെ തിരുനാളാണ്. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യേശുപിതാവിൻ്റെ തിരുനാളാണ് മെയ് 1. അറിയത്തില്ലേ? അതെ. അപ്പോൾ എല്ലാ തൊഴിലാളികളും തങ്ങളുടെ തൊഴിലിനെ ദൈവത്തിന് സമർപ്പിച്ച് വിശുദ്ധ യേശുപിതാവിൻ്റെ മധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുന്ന ഒരു ദിനമാണ്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അധ്വാനിക്കുന്നത്, വീട് പണിയുന്നത്, അല്ലെങ്കിൽ ബിസിനസ് വളർത്തിയെടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യമാകട്ടെ, അതിനകത്ത് ദൈവം നമ്മളെ ഒരു ഉപകരണമാക്കിയേക്കാം. പക്ഷെ നമ്മളല്ല അത് ചെയ്യുന്നത്. ആരാണ് ചെയ്യുന്നത്? ദൈവമാണ്. ഇത് തിരിച്ചറിയാതെ വരുമ്പോൾ ഞാൻ എല്ലാം നോക്കിക്കണ്ട് എല്ലാത്തിനും ഞാൻ വീക്ഷിച്ച് ഞാൻ എന്ത് പറയും? എന്നോട് തന്നെ എന്ത് പറയും? ഞാൻ അധ്വാനിച്ചു, ഞാൻ ഉണ്ടാക്കി, ഞാൻ കഷ്ടപ്പെട്ടു. എല്ലാത്തിൻ്റെയും കോർ പോയിൻ്റ്, സെൻട്രൽ ആരെ കൊണ്ട് നിർത്തും? എന്നെ കൊണ്ട് നിർത്തും. അതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. ഞാൻ അവരെ നടക്കാൻ പഠിപ്പിച്ചു, കരങ്ങളിലെടുത്തു, എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവരറിഞ്ഞില്ല. അതായത് നീ വീട് പണിയാൻ പ്ലാനിട്ടപ്പോൾ, നീ ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചപ്പോൾ, നിനക്കൊരു ജോലി തന്നത്, നിന്റെ വീട് പണി പൂർത്തിയാക്കി തന്നത്, ഇതിൻ്റെ എല്ലാം പുറകിൽ മുൻപിലും നിന്ന് പ്രവർത്തിച്ചത് ഞാനാണെന്ന് നീ സമ്മതിക്കുന്നില്ല. നീയാണ്. എൻ്റെ അധ്വാനമാണ്. ഞാൻ അധ്വാനിച്ചു, ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ ഉണ്ടാക്കി. ഇപ്പോൾ എവിടെ ദൈവത്തിന് എവിടെ സ്ഥാനം? ഉണ്ടോ? ഇത് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് വഴക്ക് കൂടും. ആ രണ്ടുപേര്, ഭാര്യ പറയും എൻ്റെ അധ്വാനമാണ്, ഭർത്താവ് പറയും ഇതെൻ്റെ അധ്വാനമാണ്. ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കൊണ്ടിരുന്ന് വഴക്ക് കൂടും. ഇതിൻ്റെ വചനത്തിൽ ഇവിടെ അതിൻ്റെ അടിയിലൊക്കെ എന്നെ അങ്ങനെ ഒരു ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ? പുറപ്പാടിൻ്റെ പുസ്തകം 33:17 പറയുകയാണ്, കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ ചെയ്യും. നീ എന്നോട് ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ ചെയ്യും. പറഞ്ഞ്, നീ എന്തൊക്കെ എന്നോട് ആവശ്യപ്പെട്ടോ അതൊക്കെ ഞാൻ ചെയ്യും. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. കണ്ടോ? നീ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്നതിൻ്റെ ഒരേ ഒരു കാര്യമെന്ന് വചനം പറയുന്നത് എന്താണ്? നീ എൻ്റെ പ്രീതി നേടി. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഇത് ആരോട് പറയുന്നതാ? ഈ വചനം ആരോട് പറഞ്ഞതാ? മോശയോട് പറഞ്ഞതാ. വെറും വിക്കനായ മോശനെ ദൈവം തിരഞ്ഞെടുത്ത് വലിയൊരു ദൗത്യം ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ മോശ പല കാര്യങ്ങളും ആരോടാ പറയും? ദൈവത്തോട് പറയും. ദൈവം നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യാവൂ, ഇങ്ങനെ ചെയ്യാവൂ, നല്ല നിർദ്ദേശം കൊടുക്കും. എന്നെ ഒറ്റയ്ക്ക് വിടരുത്, എനിക്കൊരു കൂട്ടുകാരനെ തരണം, ജോഷുവിനെ തരണം, പറഞ്ഞില്ലേ? എന്തെല്ലാം നിർദ്ദേശങ്ങളാ മോശ ദൈവത്തിന് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അതെല്ലാം മനസ്സിലോർത്തിട്ട് ദൈവം പറയാണ്, നീ എന്താവശ്യപ്പെട്ടാലും ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. ഒറ്റ കാര്യമുള്ളൂ. നീ പറയുന്ന കാര്യങ്ങളെല്ലാം, നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം, നീ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം നടത്തി തരുന്നതിൻ്റെ ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് അതെന്താണ്? നീ ദൈവത്തിൻ്റെ പ്രീതി നേടിയിരിക്കുന്നു.
കാരണം മോശ പറയുന്നത് എന്താണ്? കർത്താവേ, ഞാൻ പോകാം, എനിക്ക് പറവോയൊന്നും പേടിയില്ല. അതല്ല, അവനൊക്കെ ഞാൻ 10 പറവന്മാരുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പോകാം എന്ന് മോശ പറഞ്ഞിരുന്നെങ്കിൽ ദൈവം കൂടെ ഉണ്ടാകുമായിരുന്നു. മോശ എന്താ പറഞ്ഞത്? എൻ്റെ പൊന്നു തമ്പുരാനെ, ദയവ് ചെയ്ത് നീ എന്നെ വിടരുത്, ഞാൻ പോകില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരണം, നീ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ളത് നീ എനിക്ക് ഉറപ്പ് തരണം. കണ്ടോ? അപ്പം സ്വന്തം കഴിവിൽ, സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ എനിക്ക് കഴിയില്ല, നീ തന്നെ അത് ചെയ്യണം, നീ തന്നെ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് ദൈവത്തെ പൂർണ്ണമായിട്ട് അങ്ങ് ചേർത്ത് പിടിച്ച് നടക്കുന്ന മനുഷ്യൻ്റെ പേരാണ് എന്ത്? എൻ്റെ പ്രിയപ്പെട്ടവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ചിന്തിച്ച് നോക്കി, അങ്ങനെയെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളാണോ? അങ്ങനെയെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാണോ? ആണ് പ്രിയപ്പെട്ടവൻ. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പറയുന്നത്, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. നീ നിന്റെ ബലഹീനതകളെക്കുറിച്ച്, നീ നിന്റെ കഴിവുകേടുകളെക്കുറിച്ച്, നീ നിന്റെ അശക്തിയെക്കുറിച്ച് നീ ബോധവാനാണെന്ന് എനിക്കറിയാം. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നീ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നതെന്ന് എനിക്കറിയാം. അവിടെ വചനം പറഞ്ഞിരിക്കുന്നത്, നിന്നെ എനിക്ക് നന്നായി അറിയാം. ഹല്ലേലൂയ. നമുക്ക് എന്തൊക്കെ പറ്റുമെന്ന്, നമുക്ക് എന്തൊക്കെ പറ്റില്ല എന്ന്, നമ്മൾ എത്ര കഴിവുള്ളവരാണെന്ന് കഴിവില്ലാത്തവരാണെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. വചനം പറയുന്നു, കൊളോസ്യർക്കെഴുതിയ ലേഖനം 3:17 പറയാണ്, നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം, ശ്രദ്ധിക്കണേ, നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുകയും. ആമേൻ. കൈയും കെട്ടി ഇരിക്കണോ? ഉറക്കെ പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. സ്വരമേർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അധ്വാനം, എൻ്റെയും നിങ്ങളുടെയും അധ്വാനം വ്യർത്ഥമാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പൗലോസ്ലീഹ വളരെ കൃത്യമായി പറയുകയാണ്. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് തന്നെ ചെയ്താലും അതെങ്ങനെ ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഓരോ കുഞ്ഞു വാക്ക് പോലും, ഒരു പുഞ്ചിരി പോലും സുവിശേഷ ശുശ്രൂഷയാണ്. എൻ്റെ ഒരു പുഞ്ചിരിയിലൂടെ മറ്റൊരാൾക്ക് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു കുഞ്ഞു വാക്കിലൂടെ സാരമില്ല, പോട്ടെ, ദൈവം ഇടപെടും എന്ന് പറയുന്ന ഒരു കുഞ്ഞു വാക്കിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം അവരിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും മറ്റുള്ളവരുടെ നന്മയ്ക്കുതകുന്നുണ്ടെങ്കിൽ അത് സുവിശേഷ പ്രഘോഷണമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും സുവിശേഷം പ്രസംഗിച്ച് കടന്നു പോകുന്നവരാ, നമ്മളെല്ലാവരും സുവിശേഷം ജീവിച്ച് കടന്നു പോകുന്നവരാ. മറ്റൊരാളുടെ ഹൃദയത്തിന് ശാന്തി കൊടുക്കാൻ, സമാധാനം കൊടുക്കാൻ എൻ്റെ ഒരു പുഞ്ചിരിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു വാക്കിന് സാധിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു പ്രവൃത്തിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. വലത്തിര ഉയർത്തി പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ. പൗലോസ്ലീഹ വളരെ കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും എങ്ങനെ ചെയ്തു കൊള്ളണം? ചെയ്യുന്ന കാര്യം എത്ര വലുതെന്നുള്ളതല്ല, എത്ര ചെറുതെന്നുള്ളതല്ല, ചെയ്യുന്നത് എന്ത് തന്നെയാണേലും അതെങ്ങനെ ചെയ്തോളണം? യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം, യേശു വഴി ചെയ്യണം, പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അധ്വാനം വ്യർത്ഥമാകുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ പോയിന്റ്. അധ്വാനം വ്യർത്ഥമാകുന്ന എപ്പോഴാ? അധ്വാനം വ്യർത്ഥമാകുന്ന എപ്പോഴാ? നമുക്ക് അധ്വാനിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, രാവും പകലും ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ടെങ്കിൽ, എന്തിനാണ് നമ്മൾ അധ്വാനിക്കുന്നത്? നമ്മുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാ, അല്ലേ? യോസേഫ് പിതാവ് അധ്വാനിച്ചത് എന്തിനു വേണ്ടിയാ? ആ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാ. നിങ്ങൾ ഓരോ കുടുംബനാഥന്മാരും എന്തിനാ അധ്വാനിക്കുന്നത്? ആരെങ്കിലും നമുക്ക് സാലറി തന്നിട്ടൊന്നും ആയിരിക്കില്ല.
ഭാര്യ ഭർത്താവിന് ശമ്പളം കൊടുക്കുന്നുണ്ടോ? ഭർത്താവ് ഭാര്യയ്ക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ? നീ എനിക്ക് ചെയ്തു തന്ന എല്ലാത്തിനും മാസത്തിൽ ഇത്ര രൂപ എന്ന് പറയുന്നുണ്ടോ? മക്കൾ മാതാപിതാക്കൾക്ക് ശമ്പളം തരുന്നുണ്ടോ? പപ്പയും അമ്മയും എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലോ, എങ്കിൽ ഇരിക്കട്ടെ, ഒരു 20,000 രൂപ മാസം ശമ്പളം തരുന്നുണ്ടോ? ഇല്ല. ഇല്ല. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നത്? രാവും പകലും, വെയിൽ കൊണ്ടും മഴ കൊണ്ടും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നത്? ഒന്ന് പറഞ്ഞേ, എന്തിനു വേണ്ടിയിട്ടാ? യേശുപിതാവിനോട് ചോദിച്ചേ, എന്തിനു വേണ്ടിയിട്ടാണ് യേശുപിതാവ് തച്ചൻ്റെ പണി ചെയ്ത് കഷ്ടപ്പെട്ടത്? ഇഷ്ടംപോലെ സ്വത്ത് മാതാപിതാക്കൾ കൊടുത്തതല്ലേ? ആ സ്വത്ത് മുഴുവൻ ബാങ്കിലിട്ടിട്ട് പലിശ എടുത്ത് ജീവിച്ചാൽ പോരായിരുന്നു യേശുപിതാവിന്? സുഖമായിട്ട് മാതാവിനെ പോറ്റായിരുന്നല്ലോ, ഉണ്ണിയെ പോറ്റായിരുന്നല്ലോ. എന്നിട്ട് അതെല്ലാം ദാനധർമ്മം ചെയ്തേച്ചിട്ട് ദരിദ്രനായി നിന്നുകൊണ്ട് കഠിനാധ്വാനം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാ? ആ നസ്രത്തിലെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ടാ. ഇതുപോലെ ഏതൊരപ്പനും അമ്മയും അധ്വാനിക്കുന്നത് കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, എത്രമാത്രം നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിലും, രാത്രിയും പകലും അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിലും, ഈ ആരോഗ്യം എന്ന് പറയുന്നത് ആര് തരണം? ദൈവം തരണം. നമ്മൾ രോഗികളാണെങ്കിൽ നമുക്ക് അധ്വാനിക്കാൻ പറ്റുമോ? പറ്റുമോ? നമുക്ക് ആഗ്രഹമുണ്ട്, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മൾക്ക് രോഗം വിട്ടുമാറിയിട്ട് സമയമില്ല. എവിടെ ചെന്നാലും അവിടെയെല്ലാം ആപത്ത്, അപകടം, കൈയൊടിയുന്നു, കാലൊടിയുന്നു, നടുവൊടിയുന്നു, പ്രശ്നങ്ങൾ. അധ്വാനിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് ഞെളിയരുത്, അത് പറഞ്ഞ് അഹങ്കരിക്കരുത്. ഈ അധ്വാനിച്ചതിൻ്റെ പുറകിൽ ആരുടെ കരമുണ്ടായിരുന്നു? ദൈവത്തിൻ്റെ താങ്ങുന്ന കരമുണ്ടായിരുന്നു. നിനക്കൊരു ആപത്തും വരാതെ, നിനക്കൊരു അപകടവും വരാതെ, നിനക്കൊരു രോഗവും വരാതെ, നിന്റെ കാലൊടിയാതെ, കൈയൊടിയാതെ, നടുവൊടിയാതെ നിന്നെ കാത്തോണ്ടിരുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിനക്ക് അധ്വാനിക്കാൻ പറ്റിയത്. ആമേൻ, ഹല്ലേലൂയ. പലതരം ഉയർത്തി പറഞ്ഞേ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇത് മനസ്സിലായാൽ പ്രിയപ്പെട്ടവരെ, ഞാനോ നിങ്ങളോ പറയില്ല, ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത്, ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയത്, ഞാൻ സമ്പാദിച്ചത്. ഇത് നമുക്ക് ആർക്കെങ്കിലും പറയാൻ അവകാശമുണ്ടോ? ഉണ്ടോ? ഇല്ല. ദൈവം മനസ്സായില്ലായിരുന്നെങ്കിൽ കാലൊടിഞ്ഞോ, നടുവൊടിഞ്ഞോ, ബ്രെയിൻ ട്യൂമർ വന്നോ, ക്യാൻസർ പിടിച്ചോ, മറ്റുള്ളവരുടെ ശുശ്രൂഷ സ്വീകരിച്ച് ഏതെങ്കിലും മുറിയിൽ കട്ടിലിൻ്റെ മൂലയിൽ ഒതുങ്ങേണ്ടി വരില്ലായിരുന്നോ? അതുകൊണ്ട് ആരോഗ്യം തന്ന ദൈവത്തിന്, അധ്വാനിക്കാൻ ആരോഗ്യം തന്ന ദൈവത്തിന് നന്ദി പറയണം. അധ്വാനിക്കാൻ ആരോഗ്യം തന്ന ദൈവത്തിന് നന്ദി പറയണം. എന്തെങ്കിലും പറയാറുണ്ടോ? ഉണ്ടോ? ഹല്ലേലൂയ. വലത്തേരം ഉയർത്തി പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരൊക്കെ ക്ഷയിക്കാൻ കൊടുത്തിട്ട് പറഞ്ഞ്, നമ്മുടെ ആരോഗ്യം ദൈവം തന്ന ഏറ്റവും വലിയ ദാനമാണെന്ന് പറഞ്ഞ്. എഫെസസ്യർക്ക് ഇത് ലേഖനത്തിൽ 6:7 നമ്മളിങ്ങനെ വായിക്കുകയാണ്, മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. പറഞ്ഞേ, മനുഷ്യന് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. എന്നൊരു കാര്യം പറഞ്ഞോട്ടെ, തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടിയിട്ടോ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയിട്ടോ ഒന്നും ചെയ്യരുത്. ദൈവമേ, ഈ സിസ്റ്റർ എന്നതായി പറയുന്നല്ലേ? മനസ്സിലായോ? കർത്താവ് പറയാണ്, മനുഷ്യന് വേണ്ടിയല്ല. ഈ കുടുംബത്തിൽ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഒരപ്പൻ ജീവിക്കുന്നെങ്കിൽ അവസാനം നിരാശപ്പെടും, അവസാനം സങ്കടപ്പെടും. അവർ നിങ്ങളെ ചിലപ്പോൾ വാഴ്ത്തി ആരാധിച്ചെന്നിരിക്കില്ല, അവർ നിങ്ങളെ പുകഴ്ത്തിപ്പിടിച്ചെന്നിരിക്കില്ല, അവർ നിങ്ങളെ ചവിട്ടി പുറത്താക്കിയെന്നിരിക്കും. അന്നാലും സന്തോഷത്തോടെ ആയിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് നെഞ്ചെ കൈവച്ച് പറയാൻ പറ്റണം, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ ഈ വീടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തത് മുഴുവൻ ഒരാൾക്ക് വേണ്ടിയായിരുന്നു. അതാരാ? എൻ്റെ കർത്താവിന് വേണ്ടി. വലത്തേരം ഉയർത്തി പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പലരും അനാഥ മന്ദിരത്തിൽ പോയി കിടന്ന് ശാപിക്കുക, പ്രാക്ക്, ശാപം. അവൻ ഗതി പിടിക്കാതെ പോകട്ടെ, അവളെ ഗതി പിടിക്കാതെ പോകട്ടെ, തലമുറകളെല്ലാം ശാപിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് ശാപമാ. എന്താ കാരണം? എന്താ കാരണം? ഞാൻ ഇത്രയെല്ലാം ചെയ്തിട്ടും അവൻ എന്നെ പരിഗണിച്ചില്ല, മനസ്സിലാക്കിയില്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് വചനം പറയുകയാണ്, മനുഷ്യന് വേണ്ടിയല്ല
നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയല്ല അധ്വാനിക്കേണ്ടത്, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടിയല്ല അധ്വാനിക്കേണ്ടത്, നിങ്ങളുടെ വീടിന് വേണ്ടിയല്ല അധ്വാനിക്കേണ്ടത്. പിന്നെ എന്ത് ചെയ്യാനാ പറയുന്നത്? കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യാൻ. ആമേൻ, ഹല്ലേലൂയ. ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ കേട്ടിട്ടില്ലേ? ധ്യാന മന്ദിരങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നവർ ഇല്ലേ? ഇവിടെയുണ്ട് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളെല്ലാവരും ശുശ്രൂഷകരല്ലാത്ത എന്താണ്? കുറച്ച് പേരൊക്കെ ശുശ്രൂഷകരായിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈ ശുശ്രൂഷകർക്ക് ഒരു പ്രതിഫലവും ഇവിടുന്ന് കിട്ടിയല്ല. മനസ്സിലായോ? അവർക്കുള്ള പ്രതിഫലം എവിടെയാ? സ്വർഗത്തിൽ നിന്നാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശുശ്രൂഷ എന്ന് പറയുന്നത് ജോലിയല്ല. ശുശ്രൂഷ ഈ ലോകത്തിൽ ആരിൽ നിന്ന് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഇതിനെല്ലാം പ്രതിഫലം അല്പം പോലും കുറവ് വരാതെ ഇരട്ടിയായിട്ട് പ്രതിഫലം തരുന്ന ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പറയുന്നതാണ് ശുശ്രൂഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറഞ്ഞില്ലേ, മർക്കോസിൻ്റെ സുവിശേഷം 10:44 പറയുന്നുണ്ട്, ഞാൻ വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി മോചനദ്രവ്യമായി തീരാനും വേണ്ടിയാണ്. ഈശോയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും ഇവിടുന്ന് പ്രതിഫലം കൊടുത്തോ? നമ്മൾ കൊടുത്തൊക്കെ എന്താണെന്ന് നമുക്കറിയാം. അപ്പം ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രതിഫലമില്ലാത്ത ഒരു ജീവിതം. പ്രതിഫലം മുഴുവൻ ആരിൽ നിന്നാ? ദൈവത്തിൽ നിന്ന്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, കുടുംബനാഥന്മാരോടും കുടുംബനാഥമാരോടും മക്കളോടും ഒക്കെ പറയുകയാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രതിഫലം മക്കളിൽ നിന്ന് കിട്ടുന്നില്ലായിരിക്കാം, കിട്ടിയേല. ജീവിത പങ്കാളിയിൽ നിന്ന് കിട്ടുന്നില്ല. പക്ഷേ ഒരിടത്തുനിന്ന് നിങ്ങളെല്ലാം ദൈവത്തിന് സമർപ്പിച്ചാൽ, കേട്ടോ, മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നത്, ഞാൻ കഷ്ടപ്പെടുന്നത് എന്നുള്ള ബോധ്യത്തോടെ ഞാൻ അധ്വാനിച്ചാൽ, സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്താൽ, വീടിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പരാതിയില്ലാതെ ആ കുടുംബത്തിൻ്റെ ശുശ്രൂഷകനാകാൻ സാധിച്ചാൽ പ്രതിഫലം എവിടെ നിന്ന് കിട്ടും? ദൈവത്തിൽ നിന്ന് കിട്ടും. ഹല്ലേലൂയ. രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ എങ്ങനെ ചെയ്തില്ലേ, നീ എന്താ ചെയ്തത്, നീ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെ പറഞ്ഞ് പരസ്പരം കലഹിക്കാതെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ശുശ്രൂഷയാക്കി മാറ്റുക. ഹല്ലേലൂയ, ശുശ്രൂഷയാക്കി മാറ്റുക. ഹല്ലേലൂയ. അതായത് എൻ്റെ ഭർത്താവ് അറിയുന്നില്ല, ഭർത്താവ് അത് കാണുന്നില്ല, ഭർത്താവ് ഒരു നല്ല വാക്ക് പറയുന്നില്ല, എൻ്റെ ഭാര്യ എന്നെക്കുറിച്ചൊരു നല്ല വാക്ക് പറയുന്നില്ല, ഞാൻ ഒത്തിരി നന്മയുള്ളവനായിരുന്നിട്ടും ഒരു നല്ല വാക്ക് പോലും എൻ്റെ ഭാര്യ എന്നെക്കുറിച്ച് പറയുന്നില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവൾ ഇങ്ങനെ പൊക്കി പറയുന്നില്ല, വാഴ്ത്തി പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു മൂഡ് ഓഫിൽ, ഒരു സന്തോഷമില്ലാതെ, ഒരു സമാധാനമില്ലാതെ വീട്ടിലായിരുന്നാൽ മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോ പറയുന്നത് എന്താണ്? കർത്താവ് മർക്കോസ് 10:44 പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല. ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് ശുശ്രൂഷ സ്വീകരിക്കുകയല്ല വേണ്ടത്, ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് സ്നേഹം സ്വീകരിക്കുകയല്ല വേണ്ടത്, മക്കള് മാതാപിതാക്കളിൽ നിന്ന് ശുശ്രൂഷ സ്വീകരിക്കുകയല്ല വേണ്ടത്, അവരെ ശുശ്രൂഷിക്കാനും സ്നേഹിക്കാനും കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അവസരം, ഓരോ അവസരവും നമ്മൾ അനുഗ്രഹത്തിന്റെ അവസരങ്ങളാക്കി മാറ്റുകയാണ് വേണ്ടത്. വലത്തേറുയർത്തി ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആയിരുന്നു. ഒരപ്പന് പറയാൻ പറ്റുമോ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ശുശ്രൂഷിക്കുന്നവനെ പോലെയാണ്? ഒരമ്മയ്ക്ക് പറയാൻ പറ്റുമോ? അമ്മമാർക്ക് പിന്നെയും പറ്റുമായിരിക്കും, ഞാൻ ഈ വീട്ടിൽ ഒരു ശുശ്രൂഷകയാണ്. മക്കൾക്ക് പറയാൻ പറ്റുമോ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ശുശ്രൂഷകയാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എങ്ങനെയായിരിക്കണമെന്ന് ഈശോ പറഞ്ഞത്? നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എങ്ങനെയായിരിക്കണമെന്നാണ് പറഞ്ഞത്? എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം. പറഞ്ഞേ, നിങ്ങളിൽ കുടുംബത്തിൽ ഒന്നാമതായിരിക്കേണ്ടത് ആരാ? കുടുംബത്തിലെ ഒന്നാമനാരാ? ഭാര്യ പറയുക ഭർത്താവിന് മുമ്പ് എന്ന് പറയാം, ഞാനായി വീട്ടിലെ ഒന്നാമൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് സമ്മതിക്കുമോ? ഇല്ല. അപ്പോൾ കുടുംബത്തിലെ ഒന്നാമനാരാ? ഭർത്താവാ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭാര്യയും കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കേണ്ടതാരാ? ഭാര്യ ഭക്ഷണം എടുത്ത് ഉണ്ടാക്കി വെച്ച് കഴിയുമ്പം പാത്രം കഴുകി എടുത്തുകൊണ്ട് മേശപ്പുറത്ത് വെച്ച് പാത്രം വിളമ്പി വെക്കേണ്ടതാരാ?
ഭർത്താവാ, ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ? ഞാൻ ഇച്ചിരി ദൂരെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പേടിക്കാനില്ല. നിങ്ങളാരും കൈയെടുത്താലും എനിക്കൊരു കൊള്ളില്ല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയാ ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ. ആ പാത്രം ഒന്ന് കഴുകി വെച്ചത് കൊണ്ടോ, ഭക്ഷണം ഇച്ചിരി വിളമ്പി കൊടുത്തത് കൊണ്ടോ, ഭക്ഷണം ഉണ്ടാക്കാനൊന്ന് കൂടിക്കൊടുത്തത് കൊണ്ടോ ഒന്നും നമ്മുടെ ഞാനെന്ന ഭാവം അല്ലേ നോർത്ത് നോക്കി ഈശോ പറയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷകനെ പോലെയാണ്. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഈശോ പറഞ്ഞ് എന്നെ പോലെയാകുക, ശുശ്രൂഷകനെ പോലെയാകുക. അപ്പോഴേ വീട് പണി പൂർത്തിയാകുള്ളൂ. ആമേൻ. സങ്കീർത്തനം 56:8 ഇപ്രകാരം പറയുന്നു. സങ്കീർത്തനം 56:8 പറയുകയാണ്, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. പറഞ്ഞ്, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞ്, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എൻ്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. അത് അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഇതെന്നാ ഇങ്ങനെ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറ. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ ഭാര്യമാര്, നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങളുടെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ടാവില്ല. ഉണ്ടാവുമോ? ഇല്ല. നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കുമോ? സമ്മതിച്ചും തരികയില്ല. പക്ഷെ കർത്താവ് പറയുകയാണ്, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. നീ നിന്റെ വീടിനെ വീടാക്കാൻ വേണ്ടി, നീ നിന്റെ കുടുംബത്തെ കുടുംബമാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള അലച്ചിലുകൾ, കഷ്ടപ്പാടുകൾ ആര് കണ്ടിട്ടുണ്ട്? തമ്പുരാൻ കണ്ടിട്ടുണ്ടെന്ന്. നിന്റെ കണ്ണുനീർ കണങ്ങൾ, നീ കണ്ണുനീരോട് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചത് ദൈവം കണ്ടിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. അതിങ്ങനെ കണ്ടതും കേട്ടതും മാത്രമല്ല, കണ്ടതും കേട്ടതും ദൈവം കണ്ടതും കേട്ടതും മുഴുവൻ ദൈവത്തിന്റെ ഗ്രന്ഥത്തിലുണ്ടെന്ന്. ആമേൻ. ഹല്ലേലൂയ. അത് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്, എഴുതപ്പെട്ടിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനെ വായിച്ചപ്പോൾ ഞാൻ ഓർത്തിന്, ദൈവത്തിന് മറവി ഉണ്ടാവൂ അല്ലേ? നമ്മളൊക്കെ തമ്പുരാന്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴേ ഒന്നും ദൈവം മറന്നു പോകില്ല. എല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുക. നീ നിന്റെ കുടുംബത്തിന് വേണ്ടി കരഞ്ഞത്, പ്രാർത്ഥിച്ചത്, സങ്കടപ്പെട്ടത്, അധ്വാനിച്ചത് എല്ലാം അത് നിന്റെ മക്കൾ പറയുകയില്ല, നിന്റെ ഭാര്യ പറയുകയില്ല, ഭർത്താവ് പറയുകയില്ല, മാതാപിതാക്കൾ പറയുകയില്ല. പക്ഷേ നിന്റെ ദൈവം അതെല്ലാം പറയും. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശരിയായിട്ടുള്ള ഒരധ്വാനത്തിൽ, കുടുംബത്തിന് വേണ്ടി ഉള്ള ശുശ്രൂഷയിൽ നമുക്കെപ്പോഴും ഒരു സഹന മനോഭാവമുണ്ട്. സഹനം നമ്മുടെ അധ്വാനവുമായി കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എടുക്കുന്ന ഏതൊരു അധ്വാനത്തിൻ്റെ പുറകിലും നമുക്കൊരു സഹനമുണ്ട്. സഹനമുണ്ടെങ്കിൽ അവിടെ ഒരു മഹത്വമുണ്ട്. ഹല്ലേലൂയ. പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 2:15 നമ്മളിങ്ങനെ വായിക്കുക. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെ ആക്കി എന്ന് പറഞ്ഞേ. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെ ആക്കി. ഈ ഭൂമിയിലെ എന്നെ നിങ്ങളെ ആക്കിയിരിക്കുന്ന എന്തിനു വേണ്ടിയാ? ഈ ഭൂമിയിലുള്ളതൊക്കെ നശിപ്പിക്കാനല്ല, പിന്നെയോ ഇതിനെ കൂടുതൽ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ നമ്മളൊരു ചെടിയാണെങ്കിലും നട്ടുവെക്കുമ്പോൾ, ഒരു വൃക്ഷം നട്ടുവെക്കുമ്പോൾ നമ്മുടേതായ ഒരു പങ്കാളിത്തം ആ പ്രപഞ്ചത്തിന്റെ മനോഹാരിതയിലേക്ക് നമ്മൾ കൊണ്ടുവരികയും. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഈ അധ്വാനം എന്ന് പറയുന്നത്, ആ അധ്വാനത്തിലൂടെ വരുന്ന സഹനങ്ങള് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിലുള്ള പങ്കാളിത്തമാണ് നമുക്കതിലൂടെ കിട്ടുന്നത്. നമുക്കറിയാം, ഏറ്റവും വലിയ സങ്കടം എന്താണ് മനുഷ്യൻ്റെ? ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇന്നത്തെ യുവതലമുറയുടെയും മാതാപിതാക്കളുടെയൊക്കെ സങ്കടം എന്ന് പറയുന്നത് തൊഴിൽ രാഹിത്യമാണ്. ജോലിയില്ല, അധ്വാനിക്കാൻ പറ്റുന്നില്ല. മക്കൾ പഠിച്ചു, പക്ഷെ അവർക്ക് ജോലിയില്ല. അവരാഗ്രഹിക്കുന്നിടത്ത് അവർക്ക് എത്താൻ പറ്റുന്നില്ല. തൊഴിലില്ലായ്മ, ജോലിയില്ലായ്മ. അതുകൊണ്ട് തന്നെ കുടുംബത്തിനൊരു ഉപജീവന മാർഗമില്ല. അപ്പം ഇതെല്ലാം കാണുന്ന ഒരു ദൈവത്തിന് ഇതിൻ്റെ എല്ലാം കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റും. കർത്താവ്, എൻ്റെ പ്രശ്നം തൊഴിലില്ലായ്മയാണ്, എനിക്ക് അധ്വാനിക്കാനായിട്ട് ആരോഗ്യമില്ല, എൻ്റെ അധ്വാനം കൊണ്ടൊരു കുടുംബത്തിന് മതി വരുന്നില്ല, ആകുന്നില്ല. ഇതെല്ലാം നമ്മൾ തമ്പുരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കണം. അതിന് പകരം ജോലിയില്ല, അല്ലെങ്കിൽ അധ്വാനിച്ചിട്ടൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഉള്ള കൃഷിഭൂമിയൊക്കെ വെറുതെ ഇട്ട്
അല്ലെങ്കിൽ നമ്മൾ അലസരായിരുന്നാൽ, അലസനെ കുറിച്ച് ബൈബിൾ പറയുന്നത് എന്താണ്? അലസൻ പിശാചിൻ്റെ പണിപുരയാണ്. അലസൻ പിശാചിൻ്റെ പണിപ്പുരയാണ്. അവനവിടെ പ്രവർത്തിക്കും. പിശാച് അലസനായിട്ടിരിക്കുന്നവരിൽ പിശാച് പ്രവർത്തിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചിലരിങ്ങനെ ഒരുപാട് അധ്വാനിക്കും. അവർ അധ്വാനിക്കുന്നതന്നെ അവരുടെ ഒറ്റ ലക്ഷ്യമുള്ളൂ. എന്താണ് അധ്വാനത്തിൻ്റെ ലക്ഷ്യം? പണം ഉണ്ടാക്കുക. പണം എന്താണ്? ഉൽപ്പത്തിയുടെ പുസ്തകം 3:16 3:19 പറയാണ്, നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും, നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. അധ്വാനിച്ച് ജീവിക്കണം. അത് ദൈവം തന്നെ നിശ്ചയിച്ചിരിക്കുന്ന കാര്യമാണ്. അധ്വാനിച്ച് ജീവിക്കണം. അധ്വാനിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു സന്തോഷമാണ്. ജോലി ചെയ്യാൻ പറ്റാതെ 4 ദിവസം കട്ടിലെ കിടന്നാൽ അത് നമ്മുടെ മനസ്സിനെ പോലും തകർത്ത് കളയും. അപ്പം ജോലി ചെയ്യാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. എഫെസസ്സുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 28 നമ്മളിങ്ങനെ വായിക്കുന്നു. 28 മോഷ്ടാവിനിമേൽ മോഷ്ടിക്കരുത്, അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ, ശ്രദ്ധിക്കണേ, അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലത്തേർ ഉയർത്തി പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. ഇതുണ്ടോ? മോഷ്ടാവിനിമേൽ മോഷ്ടിക്കരുത്. നീ മറ്റുള്ളവരുടെ വഞ്ചിച്ചെടുത്തോ തട്ടിപ്പറിച്ചെടുത്തോ നീ ജീവിക്കരുത്. നിനക്കുള്ളത് കൊണ്ട് നീ ജീവിക്കണം. കൂടെ പറയുകയാണ്, അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ. അവൻ സുഖമായി ജീവിക്കാനെന്നല്ല പൗലോസ്ലീഹ പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ, എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി കൂടി നിനക്ക് എന്തെങ്കിലും ഉണ്ടാകുന്നതിന് വേണ്ടി നീ എന്ത് ചെയ്യണം? അധ്വാനിക്കണം. സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായിട്ട് ജോലി ചെയ്യണം. ഹല്ലേലൂയ. വലത്തേറും ഉയർത്തി പറഞ്ഞു ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ജോലിയില്ല, തൊഴിലില്ല, ഒരു പണിയില്ല, ഇങ്ങനെ പറഞ്ഞ് വളരെ അലസമായിട്ട് കറങ്ങി നടക്കുന്ന, ജീവിതം പാഴാക്കി കളയുന്ന ഒരവസ്ഥ ദൈവം ആവശ്യപ്പെടുന്നില്ല. സ്വന്തം കൈകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തും മാന്യമായിട്ട് ചെയ്യണം. ജോലിയല്ല നമ്മുടെ മഹത്വം നിർണ്ണയിക്കുന്നത്. നമ്മൾ ഏത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മുടെ മഹത്വത്തിൻ്റെ അടിസ്ഥാനം. മീൻ വിൽക്കുമായിരിക്കാം, ഇറച്ചി വിൽക്കുമായിരിക്കാം, വലിയ ബിസിനസ് നടത്തുകയായിരിക്കാം. പക്ഷെ ഏത് ജോലി ചെയ്യാലും ആ ജോലിയിലൂടെയുള്ള വിശ്വസ്തത, ആത്മാർത്ഥത. ഇന്ന് പലർക്കും ജോലി നഷ്ടപ്പെടുന്ന എന്താണ്? ആ ജോലിയോട് യാതൊരു ആത്മാർത്ഥതയില്ലെന്നും സത്യസന്ധതയില്ലെന്നും വേണ്ടപ്പെട്ടവർ മനസ്സിലാക്കി കഴിയുമ്പോൾ ജോലി നഷ്ടപ്പെടുക, തള്ളിക്കളയുക. അപ്പോൾ ഏത് ചെറിയ ജോലിയാണെങ്കിൽ പോലും ആ ജോലിയിൽ നമുക്കൊരു ആത്മാർത്ഥത ഉണ്ടാകണം, വിശ്വസ്തത ഉണ്ടാകണം. അപ്പോൾ ആരും നമ്മുടെ ജോലിയിലും തള്ളിക്കളയുകയില്ല. വീണ്ടും ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഉയർത്തിവെക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലാണ് 4:11 ഇപ്രകാരം പറയുക. 1 തെസ്സലോനി 4:11 പറയുകയാണ്, ശാന്തരായി ജീവിക്കാൻ ഉത്സാഹിക്കുവിൻ, സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകുവിൻ, സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുവിൻ. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. പൗലോസ് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, എന്ത് ചെയ്യണം? ശാന്തരായി ജീവിക്കാൻ ഉത്സാഹിക്കുവിൻ, ശാന്തരായി ജീവിക്കാൻ ഉത്സാഹിക്കുവിൻ, സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകുവിൻ, സ്വന്തം കൈ കൊണ്ട് അധ്വാനിക്കുവിൻ. ദൈവം ആരോഗ്യം തന്നിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അധ്വാനിക്കണം. അധ്വാനിക്കുമ്പോൾ ചില പെയിനൊക്കെ നമുക്കുണ്ടാകും, വേദനയൊക്കെ നമുക്കുണ്ടാകും, അതൊക്കെ സഹിക്കണം. ഇനി ഇതൊക്കെ സ്വന്തം കൈ കൊണ്ട് അധ്വാനിക്കുവിൻ. ഇതൊക്കെ നിങ്ങളോട് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഞങ്ങൾ നിങ്ങളോട് കൂടി ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കൽപ്പന നൽകി, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. എന്താ പൗലോസ് പറയുന്നത്? നന്നായിട്ട് അധ്വാനിക്കാത്തവൻ എന്ത് ചെയ്യരുത്? ഭക്ഷിക്കരുത്. അധ്വാനിക്കുന്നവൻ്റെ അവകാശമാണ് ഭക്ഷണം. ഹല്ലേലൂയ. വലത്തേരെ ഉയർത്തി പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം.